എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. കണ്ടില്ല, നമ്മൾ ആദ്യം മണ്ണ് കുറച്ചൊരു ചട്ടിക്കകത്ത് നമ്മൾ കൊണ്ട് ഇട്ടു. ഇനി ഇത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറും മണ്ണും എല്ലാം ചേർത്ത് വേണം ഗ്രോ ബാഗ് മിക്സ് തയ്യാറാക്കാൻ. ഈ ചകിരിച്ചോറ് ഇട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ വേര് നന്നായി ഓടണമെങ്കിൽ ചകിരിച്ചോറ് വേണം. കാരണം ചകിരിച്ചോറ് ഇടുമ്പോഴാണ് മണ്ണൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ മണ്ണ് ഉറച്ചു പോകും. നമ്മൾ ഗ്രോ ബാഗിലോ ഇവിടെ ചാക്കിലൊക്കെ വെക്കുന്ന മണ്ണ് ഉറഞ്ഞു പോകും. അപ്പോൾ വേര് ഓടുകയില്ല. അപ്പോൾ ഗ്രോ ബാഗ് ഇതിനകത്ത് ഈ ചകിരിച്ചോറ് ഇടുകയാണെങ്കിൽ മണ്ണ് ഉറയാതെ ഇരിക്കും. അതാണ് അതിൻ്റെ ഗുണം. ഇത് വെള്ളം ഒഴിച്ച് വേണം ചകിരിച്ചോറ് ഒന്ന് കുതിർത്തെടുക്കാൻ. വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് എടുത്തേച്ചാൽ മതി. ഒന്ന് ഇളക്കി എടുത്താൽ ചകിരിച്ചോറ് റെഡിയാവും. ഇനി നമ്മൾ മണ്ണിലേക്ക് കുമ്മായമാണ് വിതറുന്നത്. കുമ്മായം വിതറി നന്നായിട്ട് കുമ്മായമൊക്കെ ഒന്ന് വിതറിയിട്ടിടുകയാണെങ്കിൽ മണ്ണിലുള്ള ചെടിക്ക് വാട്ടരോഗവും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ നടുന്നതിന് വരാതെ കുമ്മായമൊക്കെ തടയും. പിന്നെ ഇത് എല്ലുപൊടിയാണ് ഇട്ടത്. നമ്മളെല്ലാം വളമെല്ലാം ചേർത്ത് വേണം ഗ്രോ ബാഗിൻ്റെ മിക്സ് തയ്യാറാക്കാൻ. എല്ലുപൊടി ഇട്ടു. ഇപ്പോഴിടുന്നത് വേപ്പും പിണ്ണാക്കാണ്. വേപ്പും പിണ്ണാക്കും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചേർത്ത് നടുമ്പോൾ നന്നായിട്ട് ചെടി വളരും. ഇതിപ്പോൾ നമ്മൾ ചകിരിച്ചോറാണ്. ചകിരിച്ചോറും ഇട്ട് വേണം നടാൻ. ചകിരിച്ചോറ് ഇപ്പോൾ നമ്മൾ ഇട്ടത് ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കുമ്മായം, മണ്ണ് ഇതെല്ലാം ഇടണം. ഇതെല്ലാം ഇട്ട് നട്ടതിന് മിക്സ് തയ്യാറാക്കണം. എന്നിട്ടത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. ഉണ്ടല്ലേ, നന്നായി യോജിപ്പിക്കണം. അവിടെ നമ്മളതെല്ലാം ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് വലിയ ഗ്രോ ബാഗ്, ചെറിയ ഗ്രോ ബാഗൊക്കെ ആയിട്ട് നമ്മൾ നിറയ്ക്കുന്നുണ്ട്. ഉണ്ടല്ലേ. ഇനിയിപ്പം കുറച്ച് ചാണകപ്പൊടിയും കൂടെ, നേരത്തെ ചാണകപ്പൊടി ഇടണ്ടായിരുന്നു, അത് ഇടാൻ വിട്ടുപോയി. ചാണകപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടണം. മിക്സിൽ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് നമ്മൾ ചെടിക്ക് ചാണകപ്പൊടി പിന്നീട് ഇട്ട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ഇടുക, മണ്ണിലൊന്ന് മിക്സ് ആക്കുക, ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ആക്കുക. അപ്പോൾ ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ യഥാർത്ഥ ഒരു മിക്സ് ആയിട്ടുണ്ട്. നമ്മളതിനകത്ത് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്, വേപ്പും പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്, ചാണകപ്പൊടി, കുമ്മായം, ചകിരിച്ചോറ്, മണ്ണ് ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സ് നമ്മൾ വേണം നിറയ്ക്കാൻ. കണ്ടില്ലേ. ഇനി നമ്മൾ ഗ്രോ ബാഗിലെടുത്ത് നിറച്ചു. ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം നമ്മളത് മുളകും തൈയാണ് നടുന്നത്. മുളകും തൈ നട്ടിട്ടുണ്ട്. നമ്മൾക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് മുളകും തൈ ലഭിച്ച് അതിൻ്റെ മിച്ചം വരുന്നതാണ്. അത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുകയാണ്. കണ്ടില്ലേ. അപ്പം ഇത് വലിയ ഗ്രോ ബാഗാണ്, അത് കാരണം നമ്മൾ 2 എണ്ണം വെച്ചത്. ചെറുതിൽ 1 എണ്ണം വെക്കാം. പിന്നെ ഈ മിക്സ് എല്ലാം ഓരോ ഗ്രോ ബാഗിനകത്ത് വെച്ച് നിറച്ചിതുപോലെ നട്ടാൽ മതിയാവും.